മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോൾ സെന്റർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വായിലെ ക്യാൻസർ നേരത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് വിഷയം. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 30% ക്യാൻസറുകളും വായിലെ ക്യാൻസറാണ്. ചുണ്ട് മുതൽ തൊണ്ടയുടെ ഭാഗം വരെയാണ് വായിലെ ക്യാൻസറുകൾ കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത്? നേരത്തെ എങ്ങനെ ഇതറിയാം? എന്തൊക്കെ ചികിത്സകളാണ് എന്നതൊക്കെയാണ് കോൾ സെൻ്റർ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ ഹാരിസ് PS ആണ് നമുക്കൊപ്പം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഡോക്ടർ കോൾ സെൻ്ററിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ കഴിയുക? പ്രത്യേകിച്ച് നാവിലെ ക്യാൻസർ പലർക്കും ആശങ്കയുള്ള ഒരു കാര്യമാണ്. വായിലെ ക്യാൻസർ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മുറിവായിട്ട്, ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകളായിട്ട്, അതല്ലെങ്കിൽ മുഴകളായിട്ട്, ചെറിയ മുഴകളായിട്ടോ ഈ ചെറിയ കോളിഫ്ലവർ പോലത്തെ ചെറിയ വളർച്ചകളായിട്ടോ വരാം. സാധാരണഗതിയിൽ അങ്ങനെയാണ് വരാം. പക്ഷേ ഇത് പലപ്പോഴും കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് ശ്രദ്ധിക്കുക. പിന്നെ അതല്ലാതെ വീണ്ടും സാധാരണ കാണുന്നത് വെള്ളപ്പാടുകളായിട്ടോ ചുവന്ന പാടുകളായിട്ടോ അങ്ങനെയും വരാറുണ്ട്. പ്രത്യേകിച്ച് പുകവലി, മുറുക്ക് എന്നിവ ഉള്ളവരിൽ പലപ്പോഴും അങ്ങനെ ഒരു വെള്ളപ്പാടോ അല്ലെങ്കിൽ ചുവന്ന പാടോ ആയിട്ടായിരിക്കും പലപ്പോഴും ഏറ്റവും ആദ്യം വരിക. അതിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടാണ് ക്യാൻസറിൻ്റെ തുടക്കമായിട്ട് വരിക. ഈ പുകവലിയാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം? പുകവലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുറുക്ക്, വെറ്റില, അടക്കയും അതേപോലെ തന്നെ പുകയില പോലെ തന്നെ അപകടകാരിയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഓറൽ ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു 80 മുതൽ 85% വരെ എന്ന് നമുക്ക് പറയാം പുകവലിയായിട്ടോ അല്ലെങ്കിൽ മുറുക്കുമായിട്ടോ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് അത്രത്തോളം ദോഷകരമാണ് ശരിക്കും. ഏറ്റവും കൂടുതൽ ഏത് പ്രായക്കാർക്കാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? നമ്മൾ ഈ ദുശീലങ്ങളുള്ള ആൾക്കാരിൽ പലപ്പോഴും പ്രായം കൂടുന്നതിനനുസരിച്ചാണ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ട്, മധ്യവയസ്ക് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഏജ് കൂടുന്തോറുമാണ് ബാക്കി നമ്മളെ ഇമ്മ്യൂണിറ്റി എല്ലാം കുറഞ്ഞു വരുമ്പോഴാണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വയസ്സായ ആൾക്കാരിൽ മാത്രം വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറുപ്പക്കാരിലും കണ്ടുവരാറുണ്ട്, പ്രത്യേകിച്ച് നല്ലവണ്ണം ഹാബിറ്റുള്ള ആൾക്കാരിൽ. നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? സാധാരണ ക്യാൻസർ വരുമ്പോൾ പനിക്കാറുണ്ടോ എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടോ? ക്യാൻസർ പലപ്പോഴും തിരിച്ചറിയാൻ വളരെ വൈകാൻ ഒരു കാരണം അതിന് പ്രത്യേകിച്ചൊരു സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. രോഗിക്ക് നമ്മൾ വേദന, സാധാരണ ഏറ്റവും കൂടുതൽ വേദന വരുമ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. വേദന തീരെ ഉണ്ടാവില്ല. അത് കുറച്ച് അഡ്വാൻസ്ഡായി കുറച്ച് മുന്നേറി കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിലൊരു ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ മാത്രമാണ് വേദന ആയിട്ട് അനുഭവപ്പെടുക. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ ഉള്ള മാറ്റങ്ങൾ മാത്രമേ പ്രകടമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയുള്ളൊരു വാക്ക് ബയോപ്സി കേൾക്കുക എന്ന് പറയുമ്പോൾ അത് പേടിയുണ്ട്. അപ്പം പലരും, ഞാനടങ്ങുന്ന പൊതുസമൂഹം ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കയോടെ പേടിക്കുന്ന, ഭയപ്പെടുന്ന ഒരു വാക്കാണ് ബയോപ്സി. അതെ. അപ്പോൾ ഈ ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നുന്ന ഒരു ഭാഗത്തിൻ്റെ തൊലിയുടെ അല്ലെങ്കിൽ ആ കലയുടെ ടിഷ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് അത് മൈക്രോസ്കോപ്പിക്കലി പരിശോധിക്കുക എന്നുള്ളതാണ് ബയോപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻസറിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു പരിശോധനാ രീതിയാണ് ബയോപ്സി. പക്ഷേ ബയോപ്സി എന്നത് ക്യാൻസറിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പരിശോധനാ രീതിയല്ല. അത് മറ്റ് തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾക്കും മറ്റ് പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ്. അപ്പോൾ ബയോപ്സി ചെയ്യണം എന്നതുകൊണ്ട് ക്യാൻസർ ആണ് എന്നർത്ഥമില്ല. ഈ പലർക്കും ഇപ്പോൾ ഭയം കാണും, ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ കാണും. അപ്പോൾ അതിനെ എങ്ങനെ ദൂരീകരിക്കാൻ കഴിയും? പൊതുവേ ഈ വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് എത്ര നേരത്തെ ഡയഗ്നോസ് ചെയ്യാം, എത്ര നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മൾ വളരെ നേരത്തെ അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കഴലയിലേക്കോ അത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഴുത്തിലെ കഴകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിന് മുമ്പായിട്ട് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 100% തന്നെ നമുക്ക് അതിന് ക്യൂർ റേറ്റ് ഉണ്ട്. അത് ക്യൂർ റേറ്റ് മാത്രമല്ല, മിനിമം കോംപ്ലിക്കേഷൻസോടുകൂടി നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള സ്റ്റേജ്
വൈകുന്തോറും ചികിത്സയുടെ ആ ഒരു വിജയ സാധ്യത മാത്രമല്ല, ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉള്ള സാധ്യതയും കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഏർലി ഡയഗ്നോസിസ് എന്നുള്ളതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്നത്. ഈ സ്ത്രീകളിൽ കൂടുതലായി ഇത് കാണപ്പെടാറുണ്ടോ? ഈ നമ്മളിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പുരുഷന്മാരിലാണ് കൂടുതൽ. അതിന് പ്രധാന കാരണം പുരുഷന്മാരിലാണ് പുകവലിയും മുറുക്കലും കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് പറയാനില്ല. ഹാബിറ്റ്സ് പൊതുവേ പുരുഷന്മാരിൽ കൂടുതലായതുകൊണ്ട് പുരുഷന്മാരിൽ കൂടുതലായിട്ട് ഇത് കാണുന്നുള്ളത്. അപ്പോൾ ഈ പുകവലിക്കാത്ത ആളുകൾ, ഈ ദുശീലങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്കും ഇതൊക്കെ വരാനുള്ള ഒരു സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. കാരണം ഇതിൽ പുകവലി മുറുക്കലെല്ലാം ഒരു പ്രധാന ഫാക്ടർ ആണെങ്കിലും മറ്റ് പല കാരണങ്ങളുമുണ്ട്. ചിലത് നമുക്കറിയാവുന്നതും ചിലത് അറിയാത്തതും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില വൈറസുകൾ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് നാക്കിലെ ക്യാൻസറിന് കാരണമാകാമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ചിലതരം ഫംഗൽ കാൻഡിഡ എന്ന് പറയുന്ന ഫംഗസ്, ഇതെല്ലാം ഇതിനൊരു കാരണമാകാം എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാത്ത പല ഫാക്ടേഴ്സും, ജനറ്റിക് ഫാക്ടേഴ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഹാബിറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ക്യാൻസർ വരില്ല എന്നർത്ഥമില്ല. പക്ഷേ ഹാബിറ്റ് ഉള്ളവരിൽ ഇത് വരാനുള്ള സാധ്യത ഒരു ഹാബിറ്റ് ഇല്ലാത്ത ഒരാളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഒപ്പം തന്നെ ഈ സെല്ലുകൾ, ഈ ക്യാൻസർ സെല്ലുകൾ ഈ നാവിൽ വരുന്നതിന് വ്യാപിക്കാനുള്ള കാരണം സാധ്യതയുണ്ടോ? അത് നാക്കിൽ തന്നെ മുന്നിലല്ല, നാക്കിലെ ഒരു ഭൂരിഭാഗം വായ്ക്കകത്തും കുറച്ച് ഭാഗം തൊണ്ടയിലോട്ടുമാണ്. നാക്കിൽ തന്നെ പുറകിലോട്ട് പോകുന്തോറും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. സാജിദയാണ് കോഴിക്കോട് നിന്നും. സാജിദ, ഡോക്ടറിനോട് ചോദിക്കാം. നമസ്കാരം സാറ്. ഞാനേ കുറെ മുമ്പ് എൻ്റെ പല്ലിന് വലിയ ബലമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം പല്ലിന് ഫ്രണ്ടിലൊരു പൊട്ടൽ വന്നിട്ട് ക്യാപ്പ് ഇട്ടു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഈ ലിക്വിഡ് നമ്മൾ വാ കഴുകാനൊക്കെ ഉപയോഗിക്കുമല്ലോ, സെൻസോഡൈനോ എന്തോ ഒരു ലിക്വിഡ്, അതിട്ട് വാ കഴുകാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇടത് സൈഡ് കവിളിന്റെ അവിടെ ഒരു മുറിവോ എന്തോ നീറ്റില്ല. അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു പ്രാവശ്യം ബ്രഷ്, അതിന്റെ കട്ടിയുള്ള ബ്രഷ് ആകുമ്പോൾ സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് അത് തേച്ചിട്ട് എന്റെ മോണ മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം അടച്ചു. അപ്പോഴത്തേക്കൊണ്ട് അടച്ചപ്പോഴത്തേക്ക് ഒരു പല്ല് ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടുകയും ചെയ്തു. അപ്പം കൂടുതൽ ഞാൻ പ്രധാനമായിട്ടും ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന, പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല, ബോട്ടിൽ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറില്ല, പെപ്സി, കൊക്കോ, അങ്ങനെ കൂടുതലും ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷെ എന്താന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ചെറിയൊരു പോറൽ പോലെ എങ്ങാണ്ട് വന്നെ. കാണിച്ചപ്പോ കുഴപ്പമില്ലാന്നാ പറയുന്നേ, പക്ഷെ എനിക്ക് എങ്ങനെ വരുന്നേന്നാ. ഇത് മൗത്ത് വാഷ് ഉപയോഗിച്ചപ്പോൾ ഉള്ള ഒരു എരിവ് പോലെ എന്നുള്ളത് ചില മൗത്ത് വാഷിന് ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ് കൊടുക്കുന്നത് ക്ലോഹെക്സിഡിൻ എന്ന് പറയുന്ന ഒരു മരുന്നുള്ള മൗത്ത് വാഷാണ് നമ്മൾ കൊടുക്കുക. അത് തന്നെ ആൽക്കഹോൾ ബേസ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ചിലർക്ക് ചെറിയൊരു എരിവ് തോന്നാൻ സാധ്യതയുണ്ട്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഈ സാധാരണ അല്ലാത്ത ക്ലോഹെക്സിഡിൻ മൗത്ത് വാഷ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എരിവ് തോന്നുന്നതാണ്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കാം എരിവ് കൂടുതലുണ്ടായത്. അത് പേടിക്കാനുള്ളതാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പല്ല് പൊട്ടിയതിന് ചികിത്സിച്ചു, മോണയ്ക്ക് വീക്കം ഉണ്ടായതുകൊണ്ടായിരിക്കണം ആ ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷ് പ്രിസ്ക്രൈബ് ചെയ്തത്. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുമ്പോൾ എരിവുണ്ടെങ്കിൽ കൊണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും. എനിക്ക് ഇപ്പോഴും അവിടെ നാക്കോണ്ട് നമ്മൾ തട്ടി നോക്കുമ്പോൾ അവിടെ ചെറിയ തടിപ്പ് പോലെ കാണാറുണ്ട്. കവിളിലാണോ തടിപ്പ്? ആ, കവിളിൽ തന്നെ ചെറുതായിട്ട് നാക്കോണ്ട് ഇങ്ങനെ നമ്മളിന്ന് നോക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് ഒരു അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കാണിക്കുകയോ അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ ഡെന്റൽ കോളേജിൽ വന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ സംശയം അങ്ങനത്തെ ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പോലും ഒരു ഫുഡ് അങ്ങനെ കഴിക്കുന്ന ശീലമൊന്നും ഇല്ല. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കൊരു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വായിൽ എന്ത് വന്നാലും അത് ക്യാൻസർ ആണ് അല്ലെങ്കിൽ കുഴപ്പമുള്ളതാണ് എന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ തടിപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഈ കവിള് എല്ലായ്പ്പോഴും ഒരേപോലെ സ്മൂത്ത് ആവണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, നോർമലായിട്ട് തന്നെ ഉണ്ടാവാം. അതുകൊണ്ട് കുഴപ്പമുള്ളതാവണം എന്നില്ല. നമുക്കത് പേടി ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് വന്ന് നമുക്ക് നേരിട്ട് പരിശോധിച്ച് പേടി മാറ്റാവുന്നതാണ്.
തീർച്ചയായും കോൾ സെന്ററിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് സാജിദ ഡോക്ടറിനെ കാണുവാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ അഭയം മാറ്റാൻ വേണ്ടി ചെല്ലാവുന്നതാണ്. നമുക്ക് ഇടുക്കിയിൽ നിന്നും ആലീസ് ഉണ്ട്. ആലീസ് ഡോക്ടറിനോട് സംസാരിക്കാം. ആലീസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ആലീസ് കേൾക്കാം, പറഞ്ഞോളൂ. അതെ ഭർത്താവിന്റെ കൊടുക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. നമുക്ക് ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ നേരത്തെ സാജിദ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഭയമുണ്ട്, ഈ പുറത്തുനിന്ന് ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്, വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം അത്തരത്തിൽ ചില ഫുഡുകളൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നാവിൻ്റെ ടേസ്റ്റ് പോകുന്നു, നാവിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മുറിവ് പോലെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് ചില പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുമ്പോൾ ചിലർക്ക് അലർജി പോലെ വരാം. ഇനി ഇതേ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് അലർജി ഉണ്ടാക്കാം. ഇതാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ നാക്കിൽ അതേപോലെ അല്ലെങ്കിൽ വായിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എരിവ് തോന്നുന്നതോ അല്ലെങ്കിൽ കളർ മാറി ചുവപ്പ് കളറാവുന്നതോ ഉള്ള ഏറ്റവും അധികം ഉണ്ടാവാനുള്ള സാധ്യത ഇതുപോലത്തെ അലർജികളാണ്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഷംസു എന്ന പ്രേക്ഷകൻ ചേരുന്നു പയ്യോളിയിൽ നിന്നും. ഷംസു, ഡോക്ടറോട് ചോദിക്കാം. അതെ സാർ, ഹലോ ഷംസു, കേൾക്കാം, പറഞ്ഞോളൂ. അതെ, ഞാൻ ഈ നാവിന്റെ ഈ പുണ്ണിന്റെ ഒരു പ്രശ്നം ഞാൻ കുറെ കാണിച്ചപ്പോ അത് പോകുന്നില്ല, ഒരു കുത്ത് പോലെ നാവുമ്മല്. സാറേ, അത് പിന്നെ ഞാൻ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാകുന്നൊന്നും ആ കുത്ത് നാമൊന്നും പോകുന്നില്ല. അത് പുണ്ണിൻ്റെതായിരിക്കും. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് ഗുളിക കുടിച്ചിട്ടൊന്നും അത് അങ്ങോട്ട് ശരിക്കും വിട്ടുമാറുന്നില്ല. അത് നാക്കിന്റെ ഏത് ഭാഗത്തായിട്ടാണ്? നാക്കിന്റെ ഇടത് ഭാഗത്തായിട്ട്, സൈഡിലായിട്ടാണ്, വശത്തായിട്ടാണ്? അതെ സാർ. അത് ചെറിയൊരു പുണ്ണ് പോലെ തന്നെയാണോ? ഒരു മുറിവ് പോലെ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരു വൈറ്റ് ഒരു കുത്ത് നാവുമ്മല്. എങ്ങനെ കേട്ടില്ല? ഒരു വൈറ്റ് കുത്ത് ഇങ്ങനെ നാവുമ്മല്. മുറിവൊന്നുമില്ല സാർ. മുറിവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് പേടിക്കേണ്ടതില്ല. നമുക്ക് ആ വെള്ള കളർ കാണുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അടുത്തുള്ള പല്ല് വല്ലതും തട്ടി ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അത് മാത്രമേ നോക്കാനുള്ളൂ. വേറെ പേടിക്കാനൊന്നുമില്ല. ഇല്ല, ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് അതിൽ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അടുത്തൊരു ഡെന്റിസ്റ്റിനെ കാണിച്ച് ആ സംശയ നിവൃത്തി വരുത്താവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ പല്ല് എന്തെങ്കിലും ഇത്തിരി ഷാർപ്പായിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള ഇറിറ്റേഷൻ കൊണ്ടാണോ അത് എന്നുള്ളതൊന്ന് നോക്കാവുന്നതാണ്. ശരി സാർ. ആയിക്കോട്ടെ. വളരെയധികം നന്ദിയുണ്ട് ഷംസു കോൾ സെന്ററിലേക്ക് വിളിച്ചതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, കോൾ സെന്ററിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചതിന് ശേഷം വിളിക്കുവാൻ ശ്രദ്ധിക്കണം. ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നാക്കിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ വരിക, അത് അനുഭവപ്പെടുമ്പോൾ ഡോക്ടറിനെ കാണേണ്ടതുണ്ട് ഉടനടി, കാരണം പലർക്കും ഒരു പേടിയുണ്ട്. ഈ കുമിള എന്ന് പറയുമ്പോൾ സാധാരണ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതല്ല കുമിളകൾ ഉണ്ടാവുന്നത്. അത് തൊലിപ്പുറത്ത് വരുന്ന പലതരം അസുഖങ്ങളുണ്ട്. നമ്മൾ പുറത്തെ സ്കിന്നിൽ വരുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ ചില അലർജി ഉണ്ടാക്കുന്ന ചില കണ്ടീഷൻസ് വായിൽ വരുമ്പോഴാണ് ഈ കുമിള പോലെ ഉണ്ടാകുന്നത്. ഈ കുമിള ഉണ്ടാകുമ്പോൾ അത് മിക്കവാറും ഉടനെ പൊട്ടും. കാരണം നാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാക്ക് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് മിക്കവാറും അപ്പം തന്നെ പൊട്ടും. പൊട്ടിയതിന് ശേഷം ഒരു മുറിവായിട്ട് മാറും. അപ്പോൾ അത് എരിവോ. ഷബീർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബീർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ 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 ഡോക്ടറെ. പറഞ്ഞോളൂ. ഞാൻ എറണാകുളത്തുനിന്ന് ഷബീറാണ് വിളിക്കുന്നത്. ഈ മോണയില് ഈ പോളം പോലെ വരാറുണ്ട്, പിന്നെ പല്ലിന്റെ പൊടിഞ്ഞു പോവാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇത് രണ്ട് പ്രശ്നങ്ങളാണ്. മോണയിൽ ഇതേപോലെ കുമിള അല്ലെങ്കിൽ പോളം പോലെ വരുന്നത്, അത് ഈ തൊലിയിൽ വരുന്ന അസുഖങ്ങൾ ചിലത് വായ്ക്കകത്ത് വരുന്നത് കൊണ്ടാണ് അതുണ്ടാവുന്നത്. അത് നമുക്ക് ഇത്തിരി നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പരിശോധന, ബയോപ്സി പരിശോധന നടത്തി അതെന്താണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ തീരുമാനിക്കുക. അത് ഈ ലക്ഷണം കേട്ടിട്ട് അത് ക്യാൻസറുമായിട്ട് ബന്ധമുള്ളതാണെന്ന് തോന്നുന്നില്ല. പല്ല് പൊടിഞ്ഞു പോകുന്നത് ഏറ്റവും കൂടുതൽ കാരണം പല്ല് പൊടിഞ്ഞു പോകുന്നത് കേട് വന്നിട്ട് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ ഈ അഴുക്ക് കട്ട പിടിച്ചിട്ട് കാൽക്കുലസ് എന്ന് പറയും, പല്ലിൽ കാൽസിഫൈഡ് ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അതും ചിലപ്പോൾ ഇതേപോലെ ചില പല്ലുകൾ പൊടിഞ്ഞു പോകുമ്പോൾ അതും പല്ല് പൊടിഞ്ഞതായിട്ട് നമുക്ക് തോന്നാം.
അതിന് നമ്മ വേറെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോ ഏതെങ്കിലും നല്ല ഉപയോഗിക്കണം? ഇത് താനെ മാറിപ്പോകുന്നതാണെങ്കിൽ, ചെറിയ കുമിളകളാണ് താനെ മാറിപ്പോകുന്നതാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അലർജി ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഡോക്ടർ, ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നത് നന്നാവും. പിന്നെ ഏതെങ്കിലും പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ജെൽ പേസ്റ്റോ അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള പേസ്റ്റോ ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അലർജി ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണ വെള്ള പേസ്റ്റിലോട്ട് മാറുന്നതായിരിക്കും നല്ലത്. ഷബീറാണ് വിളിച്ചത് എറണാകുളത്ത് നിന്നും. അമ്പലപ്പുഴയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്ക് വന്നു ചേരുകയാണ്. പേര് പറയാമോ? എന്തായിരുന്നു പേര്? നൗഷാദ്. നൗഷാദാണ് അമ്പലപ്പുഴയിൽ നിന്ന് വിളിക്കുന്നത്. നൗഷാദ്, ഡോക്ടറോട് ചോദിക്കാം. എന്റെ രണ്ട് സൈഡിലും പല്ല് പോതുണ്ട്. അത് പൊടിഞ്ഞു പോയി ഉണ്ടായതാ. അതിപ്പോ ഇച്ചിരി നല്ല പോതായിട്ട് ആഹാരം കഴിച്ചു കഴിയുമ്പോ മോണക്ക് ചെറിയൊരു വീക്കം പോലെയോ ഒരു ഇതുപോലെ വരും. നമ്മൾ കൈ കൊണ്ട് നെക്കം പോലെ ഞാൻ നെക്ക് കൊള്ളുന്ന പോലെ തോന്നും മോണക്ക്. അപ്പൊ വേദന കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് വെക്കുമ്പോ ചെറിയൊരു ഈ കൊമ്മള പോലെ ചെറിയൊരു പാട് വരും മോണക്കായിട്ട്. അത് ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. അത് മിക്കവാറും പല്ലിന് കേട് വന്നിട്ട് പല്ലിൻ്റെ വേരിൻ്റെ അറ്റത്ത് ചെറിയ ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെ പഴുപ്പാവാനാണ് സാധ്യത. അത് പുറത്തോട്ട് ആ ഇൻഫെക്ഷൻ എല്ലിൻ്റെ അകത്ത് വേരിൻ്റെ അറ്റത്തുനിന്ന് പുറത്തോട്ട് മോണയിലോട്ട് വരുമ്പോഴാണ് സാധാരണ അങ്ങനെ ഒരു ചെറിയ കുമിള പോലെ ഉണ്ടാവുക. അത് ആ പല്ല് നിലനിർത്താൻ പറ്റിയതാണെങ്കിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് അടയ്ക്കുക, അതല്ലെങ്കിൽ ആ പല്ലെടുത്ത് കളയേണ്ടി വരും. അത് താനെ പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടൊന്നും തോന്നാത്തത്. അത് ആ ഇൻഫെക്ഷനാണ്. അത് പറഞ്ഞു കേട്ടിടത്തോളം ആ ഇൻഫെക്ഷൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. നല്ല രീതിയിൽ കളർ കേട്ടില്ല. ആ ഭാഗത്തുനിന്ന് പല്ല് പൊടിഞ്ഞ പോലെ നല്ല രീതിയിൽ കളർ മാറി കറുത്തായിട്ടാണ് പല്ല് പോയിരിക്കുന്നത്. അത് കേട് വന്നിട്ടാണ് ആ കളർ മാറുന്നത്. കേട് വരുമ്പോഴാണ് ആ കറുപ്പ് കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നത്. നൗഷാദാണ് അമ്പലപ്പുഴയിൽ നിന്ന് വിളിച്ചത്. പന്തളത്ത് നിന്നും ദീപ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. ദീപ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. എന്റെ പല്ല് ഫ്രണ്ടിലാണെങ്കിൽ 2 കൊല്ലം. കേട്ടില്ല. ദീപ, ചോദ്യം ഒന്നുകൂടെ ചോദിക്കാമോ? ഡോക്ടർ, ഞാൻ പന്തളത്ത് ഗീത ഗോപാലകൃഷ്ണനാണ്. എന്റെ ബാക്കിയപ്പോ ആദ്യം ഫ്രണ്ട് നോക്കട്ടെ, എന്റെ ബാക്കിയകത്ത് ഫ്രണ്ടിലെ അണപ്പല്ലേ ഫ്രണ്ടില് അത് അടന്നു പോയായിരുന്നു. അത് ഞങ്ങൾ കൊണ്ടു അടപ്പിച്ചായിരുന്നു. ഫ്രണ്ടിലെ അണപ്പല്ല് അടപ്പിച്ചിരുന്നു എന്നാണ്. മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. അപ്പൊ അത് അടപ്പിച്ചു. താഴെ ഇതുപോലെ അടന്നു പോയി. അത് ഞങ്ങള് അടപ്പിച്ചു. അടച്ചു കഴിഞ്ഞിട്ട് അതങ്ങ് പോയി ഇങ്ങനെ വലത്ത് വെച്ച് അണപ്പല്ല അങ്ങനെ അടിച്ചിട്ട് അത് പിന്നെ അങ്ങ് ഒടിഞ്ഞൊടിഞ്ഞ് കുറ്റിയായി അടന്നു പോകുന്നുണ്ട്. അതെന്താ ഡോക്ടറെ? അത് വളരെ വലിയ കേടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അടച്ചത് നിൽക്കാത്തത്. അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു കവർ ഇട്ടിട്ട് അതിനെ ആ പല്ലിനെ നിലനിർത്തേണ്ടി വരും. വല്ലാതെ വലിയ കേടാണെങ്കിൽ ചിലപ്പോൾ അടച്ചത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഗീത ഗോപാലകൃഷ്ണനാണ് പന്തളത്ത് നിന്ന് വിളിച്ചത്. ഡോക്ടർ, ഇപ്പോൾ പലർക്കും ഈ ദന്ത വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് തിരികെ നമ്മൾ അതിലേക്ക് വരികയാണെങ്കിൽ, നാവിലെ ക്യാൻസർ അത് ഈ വായുടെ എവിടെയൊക്കെയാണ് അത് ബാധിക്കാനുള്ള സാധ്യത? ഇവൾ നാവിൽ മാത്രമാണോ? അല്ല, വായിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നത് കവിളിൻ്റെ അകത്താണ്, കവിളിൻ്റെ ഉൾഭാഗത്താണ്. പിന്നെ നാക്കിൽ വരാം, ഈ നാക്കിൻ്റെ താഴ്ഭാഗത്ത്. അതിലേക്ക് വരാം. മറ്റൊരു കോളർ കൂടിയുണ്ട്. കോതമംഗലത്തിൽ നിന്നും നാച്ചി ചേരുകയാണ്. ചോദിക്കാം ഡോക്ടറിനോട്. എന്റെ വാപ്പക്ക് വായനത്തേക്ക് ഇതായിരുന്നു ക്യാൻസർ. അപ്പൊ കറുത്ത പാടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ കൊച്ചിന് ഈ പറഞ്ഞു വായിക്കോടെ ഇങ്ങനെ മുറിവ് വരുവാന്ന് അപ്പൊ പോളമൻ്റായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോളമൻ്റ്. ഇപ്പൊ ഇങ്ങനെ മുറിവ് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു. എത്ര വയസ്സായ ആൾക്കാ? 21 വയസ്സ്. 21 വയസ്സാ. ചെറിയ കൊമ്മള പോലെ ഇടയ്ക്ക് കൊള്ളമണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ട്. ഏതൊക്കെ ഭാഗത്താണ് മുറിവുകൾ വരുന്നത്? ഈ മോണയുടെ ഉൾഭാഗത്ത് 21. മോണയിൽ മാത്രമായിട്ടാണോ വേറെ കവിളിലോ അല്ലെങ്കിൽ
ഈ കവളത്തായി വന്നത് എന്നാ ഇപ്പൊ ഇങ്ങനെ കപ്പയൊക്കെ തിന്നില്ല, അന്നേരം ഇങ്ങനെ വരഞ്ഞു കയറി വരുമെന്ന് പറഞ്ഞു. ഈ കപ്പ വറുത്തൊക്കെ അങ്ങനെ വരഞ്ഞു കയറി വരുമെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ വാപ്പക്ക് വായനകത്ത് എങ്ങനെയായിരുന്നു? ഇത് സാധാരണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിൽ മുറിവുകൾ വരുന്നത് ആഫ്തസ് അൾസർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ചെറിയ ചെറിയ അൾസറുകളായിരിക്കും, അത് മാറും വീണ്ടും വരും, അങ്ങനെയാണ്. അത് ക്യാൻസർ കൊള്ളണമെന്നില്ല, പറഞ്ഞത് കേട്ടിട്ട് അത് ആഫ്തസ് അൾസർ ആവാനാണ് സാധ്യത. അത് പേടിക്കാനുള്ളതല്ല. ട്രീറ്റ്മെൻറ്റ് വേണോ അല്ലേ? അതിന് വന്നു കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ നമുക്ക് പ്രയാസമാണ്. നമുക്ക് ഇപ്പോൾ ആൾ ശരിക്കും പച്ചക്കറികൾ കഴിക്കാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അനീമിയ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ ഭക്ഷണം ശരിക്കും കഴിക്കാമെന്നുള്ളതാണ്. പച്ചക്കറി ഇലക്കറികളെല്ലാം കഴിക്കാമെന്നുള്ളതാണ്. അതല്ലാതെ വരാതിരിക്കാനുള്ള ചികിത്സയില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വേദനയ്ക്ക് മാറാനായിട്ടുള്ള മരുന്നുകൾ, ചില ഓയിൻമെൻറ്റുകളുണ്ട്, അത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഡോക്ടർ രതീഷ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ് തൃപ്പൂണിത്തറയിൽ നിന്നും. രതീഷ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. എന്റെ ഒരു രതീഷ് എന്നാണ്, തൃപ്പൂണിത്തറ സ്ഥലം. എന്റെ തൊണ്ടയുടെ, അതായത് ചെവിയുടെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെവിയുടെ താഴെ നിങ്ങൾ വരും, ഒരു ഗ്ലാൻഡ് പോലെ അവിടെ വേദന ഒരു ഒരാഴ്ച ആകാതെ ഇപ്പൊ വേദന തുടങ്ങി, മാറില്ല. ഞാനൊരു ഓയിൽമെന്റ് ഒക്കെ തട്ടി നോക്കി പുറമെ, പക്ഷെ മാറുന്നില്ല തൊണ്ട വേദന. തൊണ്ട ഉൾഭാഗത്താണോ പുറം ഭാഗത്തായിട്ടാണോ? നമ്മളിവിടുന്ന് ഉള്ളിന്നാണ് ഈ ചില സമയത്ത് ഉമിനീര് ഇറക്കുമ്പോ വേദന, എപ്പോഴും ഇല്ല, ചില സമയത്ത് ഉമിനീര് ഇറക്കുമ്പോൾ വേദന വരും. പക്ഷെ നമ്മൾ വിരൽ വെച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വേദനയുണ്ട്. ഇറക്കുമ്പോൾ ചെറിയ തടസ്സം പോലെ, ചെറിയൊരു വേദന പോലെ, തടസ്സം പോലെ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നത്. അത് മിക്കവാറും ഈ നമ്മളെ തൊണ്ടയുടെ ഭാഗത്ത് നീര് പോലെ നീർക്കെട്ട് വന്നതായിരിക്കും. ഫാരഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അതാവാനാണ് സാധ്യത. ഒന്ന് നേരെ ചൂടുള്ള ഉപ്പുവെള്ളം ഒന്ന് ഗാഗിൾ ചെയ്ത് നോക്കുക. അത് മാറുന്നില്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ, മാറുന്നില്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. തൊണ്ട ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് നോക്കേണ്ടി വരും. രതീഷാണ് വിളിച്ചത് തൃപ്പൂണിത്തറയിൽ നിന്നും. പാലക്കാട് നിന്നും സെയ്ദ് മുഹമ്മദ് ചേരുന്നു. സെയ്ദ് മുഹമ്മദ്, ഡോക്ടറോട് ചോദിക്കാം. കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കാം. ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ചെറുതായിട്ട് വേദന വരും. വേദന എന്ന് പറഞ്ഞാൽ അസഹ്യമായ വേദനയാണ്. അപ്പൊ തന്നെ അവിടെ നിന്ന് മാറുകയും ചെയ്യും, പിന്നെ അവിടെ തൊട്ടാലുണ്ടാവില്ല. എവിടെയാണ് വേദന വരുന്നത്? വേദന ചിലപ്പോ കുളിക്കുന്ന സമയത്ത് വരാറുണ്ട്. ക്ലിയർ ആയില്ല, എവിടെയാണ്? ചിലപ്പോ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മുഖം തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വേദന ഉണ്ടാകും. അല്ല, എവിടെയാണ് വേദന വരുന്നത്? മുഖത്തിന്റെ മറ്റേ സൈഡില് ഇങ്ങനെ കവിളില് വരാറുണ്ട്, പല്ലിന്റെ അവിടെ വരാറുണ്ട്. അപ്പൊ തന്നെ മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ എങ്ങനെ അറിയാൻ അവിടെ വേദന ഒന്നും ഉണ്ടായില്ല. കവിളിൽ മോൾ ഭാഗത്തായിട്ടാണോ അതോ താഴെ ഭാഗത്തായിട്ടാണോ? മറ്റേ ലെഫ്റ്റ് സൈഡ് മധ്യഭാഗത്തായിട്ടാണ് കാണാൻ പറ്റും. എത്ര വയസ്സായി ഇപ്പോ? എനിക്ക് 74. 74. കവിളിൽ വേദന ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള പല്ലിന് എന്തെങ്കിലും കേടുണ്ടായിട്ട് അതിൻ്റെ വേദന കവിളിൽ വേദനയായിട്ട് വരാം. ഈ സൈനസൈറ്റിസ് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അതിൻ്റെ മോൾ ഭാഗത്തുള്ള കവിളിന് വേദന വരാം. ഇനി അതല്ല, നമ്മൾ ഈ വായ തുറക്കാൻ അടക്കുകയും ചെയ്യുന്ന മസിലുകളുണ്ട്, ആ മസിലിന് എന്തെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ അതും ഈ കവിളിൽ മസിലുണ്ട്, ആ ഭാഗത്തും വേദന വരാം. അത് അടുത്തൊരു ഡോക്ടറെ, ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ കാണിച്ചിട്ട് ഒന്ന് എക്സാമിൻ ചെയ്യിക്കുന്നതായിരിക്കും നന്നാവുക. എന്തിൻ്റെയാണ് വേദന എന്നുള്ളത് നോക്കേണ്ടി വരും. കവിളിൽ വേദന എന്ന് പറഞ്ഞാലും കവിളിൽ തന്നെ ആവണമെന്നില്ല, അതിന് അടുത്തുള്ള ഏതെങ്കിലും ഭാഗത്തിൻ്റെ കാരണം കൊണ്ടാവാനാണ് വേദന വന്നിട്ടുണ്ടാവുക. നമുക്ക് അനഘ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയും കൂടി നമുക്കൊപ്പമുണ്ട്. അനഘ, ഡോക്ടറോട് ചോദിക്കാം. ഹായ് ഡോക്ടർ. പറഞ്ഞോളൂ അനഘ, കേൾക്കാം, പറഞ്ഞോളൂ. നാവിന്റെ പുറകുഭാഗത്തായിട്ട് ചെറിയ കുമിളകൾ, റെഡ് കളറിൽ ഇങ്ങനെ ചെറിയ കുമിളകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് നേരെ ഭക്ഷണം കഴിക്കുമ്പോഴും കൂടി അതിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. നാക്കിന്റെ മുകൾ ഭാഗത്തായിട്ടാണോ? നാക്ക് നല്ലോണം പുറകിലായിട്ടാണ്, നല്ല പുറകിലായിട്ടാണ്. നല്ലോണം നാക്ക് നീട്ടുമ്പോൾ മാത്രം കാണുന്ന അങ്ങനെ രീതിയിലാണോ? ഒന്നിലധികം ഉള്ളതാണോ? നിരനിരയായിട്ട്? അതെ, അത് നോർമലായിട്ടുള്ളതാണ്.
അത് നമ്മളുടെ രുചിമുകുളങ്ങളുള്ള ഒരു ഭാഗമാണ്. വാലൈറ്റ് പാപ്പില എന്നാണ് അതിൻ്റെ പേര്. അത് നാക്കിൽ പുറകിലായിട്ട്, നമ്മുടെ വായിൽ നാക്കിൻ്റെ ഏറ്റവും പുറകിലായിട്ട് നിരയായിട്ട് ഒരു ഉള്ളതാണ്. ചെറിയ കുമിളകൾ പോലെ. അത് നോർമലായിട്ടുള്ളതാണ്, അത് പേടിക്കേണ്ടതല്ല. നാവിലെ ക്യാൻസർ എങ്ങനെ തിരിച്ചറിയാം എന്നതായിരുന്നു കോൾ സെൻ്ററിലെ ഇന്നത്തെ വിഷയം. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ ഹാരിസ് PS ആയിരുന്നു. ഡോക്ടർ വളരെയധികം നന്ദിയുണ്ട് കോൾ സെൻ്ററിൽ പങ്കെടുത്തതിന്. കോൾ സെൻ്റർ പൂർണ്ണമാവുകയാണ്.